വി.ഡി. സതീഷിനെതിരെ മുസ്ലിം ലീഗിൽ കടുത്ത അതൃപ്തി. പ്രതിപക്ഷ നേതാവിനെ ഏകാധിപത്യ പ്രവണത പി.വി. അൻവർ വിഷയം നീട്ടിക്കൊണ്ടുപോയി വഷളാക്കി. വി.ഡി. സതീശൻ മുന്നണി മര്യാദ പാലിച്ചില്ല. പ്രശ്നങ്ങൾ നീളാൻ കാരണം സതീശനും അൻവറുമാണെന്നും ലീഗിന് ഒരു കാലത്തു നിന്നുമില്ലാത്ത അവഗണന കോൺഗ്രസിൽ നിന്നും ഉണ്ടാകുന്നുവെന്നും വിമർശനം. വി.ഡി. സതീഷിനെ വെച്ച് പൊതു തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടുമെന്നും ലീഗ് നേതൃത്വം. കൂടുതൽ വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? മുസ്ലിം ലീഗ് നേതൃത്വം കടുത്ത അതൃപ്തിയിലും അമർഷത്തിലുമാണ്. വി.ഡി. സതീശനെതിരായ അതൃപ്തി, വലിയ അതൃപ്തിയിലാണ് മുസ്ലിം ലീഗ് നേതൃത്വമുള്ളത്. പ്രത്യേകിച്ച് P.K. കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ, M.K. മുനീർ, ഉന്നതാധികാര സമിതി അംഗമായിട്ടുള്ള M.K. മുനീറും, ഒപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി KM ഷാജിയും അടക്കമുള്ള നേതാക്കൾക്ക് വലിയ അതൃപ്തിയാണ് ഈ ഒരു വി.ഡി. സതീശന്റെ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ ഉള്ളത് എന്ന വിവരങ്ങളാണ് ലീഗിൽ നിന്നും പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഈ ഒരു UDF-ന് വലിയ സാധ്യതയുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പായിരുന്നു. വിജയസാധ്യതകൾ ഏറെ കൽപ്പിക്കപ്പെട്ട ഒരു ഉപതെരഞ്ഞെടുപ്പായിരുന്നു. അതിൽ തന്നെ P.V. അൻവറുമായി ബന്ധപ്പെട്ട വിഷയം, അത് ഈ വി.ഡി. സതീശന്റെ ഏകാധിപത്യ പ്രവണത കാരണമാണ് നീട്ടിക്കൊണ്ടുപോയത് എന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വം വിലയിരുത്തുന്നത്. മലപ്പുറത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു യോഗം ചേർന്നിരുന്നു. അതിലാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നത്. അതിൽ തന്നെ ഈ P.K. കുഞ്ഞാലിക്കുട്ടിയും വലിയ അതൃപ്തി രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം ലീഗിന് സമീപകാലത്തൊന്നുമില്ലാത്ത കടുത്ത അവഗണനയാണ് ഈ വി.ഡി. സതീശൻ ചെയർമാനായ UDF-ൽ നേരിടേണ്ടി വരുന്നത്. മുൻപ് ഇത്തരത്തിലുള്ള ഒരു അവഗണനയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും അടക്കമുള്ള ചെയർമാൻമാർ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ പോലും ഇത്തരത്തിൽ ലീഗിന് അതൃപ്തി ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ ഒരു അവഗണന ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ലീഗ് നേതൃത്വം പൊതുവെ വ്യക്തമാക്കുന്നു. കൃത്യമായൊരു പരിഗണന ലഭിച്ചിരുന്നു, പക്ഷെ ആ പരിഗണന ഇപ്പോൾ ലഭിക്കുന്നില്ല. ഈ ഒരു 2026 പൊതു തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധിയുള്ള സാധ്യതകൾ കൂടി ഇല്ലാതാക്കുകയാണ് വി.ഡി. സതീശന്റെ ഈ ഏകാധിപത്യ പ്രവണത. പ്രത്യേകിച്ച് 2026 തെരഞ്ഞെടുപ്പ് വിജയിക്കണമെങ്കിൽ മുന്നണി വിപുലീകരിക്കേണ്ടത് ആവശ്യമാണ്. അതിന് ആരെ വേണമെങ്കിലും, അതായത് അൻവർ എന്ന് മാത്രമല്ല, BDJS അടക്കമുള്ള കേരള കോൺഗ്രസ് മാണി വിഭാഗം അടക്കമുള്ള കക്ഷികളെ കൂട്ടിച്ചേർത്തുകൊണ്ട് മുന്നണി വിപുലീകരിക്കേണ്ടത് വലിയൊരു ആവശ്യകതയാണ്. പക്ഷെ അതിനുള്ള സാധ്യതകൾ പോലും അടക്കുന്ന തരത്തിലുള്ളതാണ് ഈ അൻവർ വിഷയത്തിൽ ഉള്ള ഒരു പ്രശ്നം എന്നുള്ളത്. ലീഗ് നേതൃത്വം വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഈ ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ലീഗിന്റെ കൂടി താല്പര്യമായിരുന്നു. ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാകുന്നതിൽ ലീഗിന് കൂടി താല്പര്യമുള്ള കാര്യമായിരുന്നു. നിലമ്പൂരിൽ UDF-ന് വലിയ വിജയ സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ P.V. അൻവറിനെ കൂടി ഒപ്പം ചേർത്തിരുന്നെങ്കിൽ അത് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാവുന്ന ഒരു സാഹചര്യമായിരുന്നു. ആ സാഹചര്യമാണ് നീട്ടിക്കൊണ്ടുപോയി വഷളാക്കി വി.ഡി. സതീശൻ ഇല്ലാതാക്കിയത് എന്നുള്ള ഒരു പൊതുവികാരം ഇപ്പോൾ ലീഗിനകത്തുണ്ട്. അതിൽ ലീഗിൽ വലിയ അതൃപ്തിയുണ്ട്. ഇനിയിപ്പോൾ നിലമ്പൂർ പോലൊരു മണ്ഡലത്തിൽ വിജയിക്കുക സാധ്യമാണോ എന്നൊരു ആശങ്ക പോലും ലീഗ് നേതൃത്വം പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം ലീഗ് എല്ലായ്പ്പോഴും UDF-ന്റെ ഒരു ഉറച്ച ശക്തിയായി കൂടെ നിൽക്കും. പക്ഷേ അപ്പോൾ പോലും ഇങ്ങനെയാണ്, ഒരു അവഗണനയാണ് തുടരുന്നതെങ്കിൽ ഇനി മാറി ചിന്തിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമായിരിക്കും, മറ്റ് വഴികൾ ചിന്തിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകുക എന്നൊരു മുന്നറിയിപ്പ് കൂടി കോൺഗ്രസ് നേതൃത്വത്തിന് മുസ്ലിം ലീഗ് നേതൃത്വം നൽകുന്നു. K.C. വേണുഗോപാൽ, കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി K.C. വേണുഗോപാൽ ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു സാഹചര്യം, ഈ പ്രശ്നം കൂടുതൽ വഷളാകുന്ന സാഹചര്യം ഒഴിവാക്കണം, അല്ലെങ്കിൽ മറ്റു വഴികൾ തേടേണ്ട സാഹചര്യമാണ് ഇത്. ഈ ഒരു സ്ഥിതി വളരെയധികം ഗൗരവകരമാണ് എന്നാണ് മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി P.K. കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് വി.ഡി. സതീശന്റെ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ വലിയ വിമർശനമാണ് ലീഗിനകത്ത് ഉയർന്നു വരുന്നത്. അത് UDF സംവിധാനത്തെ സംബന്ധിച്ച് ഏറ്റവും ശക്തമായൊരു പ്രതിരോധം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ശക്തമായൊരു പ്രതിരോധമാണ്. ലീഗ് അണികളും കടുത്ത അമർഷത്തിലാണ് വി.ഡി. സതീശന്റെ ആ ഒരു നിലപാടിൽ. കാരണം P.V. അൻവറിനെ ഒപ്പം കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടത് ലീഗായിരുന്നു. പക്ഷേ ആ ലീഗിന്റെ ആവശ്യത്തിന് പോലും വി.ഡി. സതീശൻ ചെവിക്കൊണ്ടില്ല എന്നൊരു വികാരമാണ് ലീഗിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ ലീഗ് കടുത്ത അമർഷത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതേ സാഹചര്യം വരികയാണെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും എങ്ങനെ നേരിടാൻ കഴിയും? ഇങ്ങനെ പുതിയ മുന്നണി വിപുലീകരണത്തിന്റെ ഭാഗമായി പുതിയ കക്ഷികളെ മുന്നണിയിലേക്ക് കൂട്ടുമ്പോൾ ഇതേ നിലപാട് വി.ഡി. സതീശൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ അന്നും ഈ ഒരു സമാനമായ സാഹചര്യമായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ പൊതുതെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ എന്തായിരിക്കും സ്ഥിതി എന്നുകൂടി ലീഗ് ചോദിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് വി.ഡി. സതീശനെതിരെ ശക്തമായൊരു വികാരവുമായി മുസ്ലിം ലീഗ് അവരുടെ അമർഷം പ്രകടിപ്പിക്കുന്നത്. നിപ്പി.
ശരി. വി ഡി സതീഷിനെതിരെ മുസ്ലിം ലീഗിൽ കടുത്ത അതൃപ്തി. പ്രതിപക്ഷ നേതാവിന് ഏകാധിപത്യ പ്രവണത. PV അൻവർ വിഷയം നീട്ടിക്കൊണ്ടുപോയി വഷളാക്കി. വി ഡി സതീശൻ മുന്നണി മര്യാദ പാലിച്ചില്ല. പ്രശ്നങ്ങൾ നീളാൻ കാരണം സതീഷിനും അൻവറുമാണെന്നും ലീഗിന് ഒരു കാലത്തു നിന്നുമില്ലാത്ത അവഗണന കോൺഗ്രസിൽ നിന്നുണ്ടാകുന്നുവെന്നും വിമർശനം. വി ഡി സതീഷിനെ വെച്ച് പൊതു തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടുമെന്നും ലീഗ് നേതൃത്വം. റിയാസ് KMR ആണ് വിശദാംശങ്ങൾ നൽകിയത്.